ഒക്ടോബർ 8 ഹമാസ് ചെയ്തതാണ് ഈ കുഴപ്പത്തിന് മുഴുവൻ കാരണം എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഒക്ടോബർ 8 ഇസ്രായേൽ ഉണ്ടായത്. ഈ കഴിഞ്ഞ ഒക്ടോബർ 8 ഉണ്ടായ സാധനമാണോ ഇസ്രായേൽ? അല്ലല്ലോ. 48 എത്ര വർഷം ഉണ്ടെന്ന് ആലോചിച്ചോളൂ. 75 വർഷം മുമ്പുണ്ടായ ഒരു രാജ്യം നൂറുകണക്കിന് പ്രാവശ്യം നിയമം ലംഘിച്ച് കൂട്ടക്കുരുതി ചെയ്ത് ലക്ഷക്കണക്കിന് ഫലസ്തീനിലെ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. അറബികളാണ്. അറബ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉണ്ട്, അറബ് ക്രിസ്ത്യൻ ഉണ്ട്, അറബ് ഇതൊന്നും അല്ലാത്ത ആളുകളും ഉണ്ട്. അവിടെ എല്ലാവരും ഉണ്ട്. ക്രിസ്ത്യൻ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഫലസ്തീനിൽ പഠിക്കുന്നുണ്ടായിരുന്നു അവിടെ യൂണിവേഴ്സിറ്റികളിൽ, പല രാജ്യങ്ങളിൽ നിന്ന് വന്നു. കാരണം അത്ര കോഴ്സുകൾ. അപ്പോ ഇവര് ബോംബിട്ടാൽ പിന്നെ അത് ജാതി മതം നോക്കി ആളെ കൊല്ലൂല്ലോ. ഒരു ആശുപത്രി ബോംബിട്ടാൽ ആശുപത്രി കിടക്കുന്നത് ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ മുസ്ലിം ആണോ നോക്കില്ല, അങ്ങ് നശിച്ചു പോകും, എല്ലാവരും മരിച്ചു പോകും. അപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ 75 വർഷമായി നിരന്തരമായി ഇത്തരം ആളുകളെ, ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല്ലുകയും ഈ ഫലസ്തീന്റെ ഏതാണ്ട് 90% സ്ഥലവും പിടിച്ചെടുക്കുകയും ഈ പാവപ്പെട്ട മനുഷ്യർ, ഇപ്പൊ ഗസ നമ്മൾ പറയുന്നില്ലേ, ഗസയിൽ ഒരു നഗരമുണ്ട്. എത്ര ബുദ്ധിമുട്ടിയിട്ട് അവർ ആ നഗരം ഉണ്ടാക്കിയെന്നറിയോ? അവർക്ക് വെള്ളം കിട്ടില്ല, ഇസ്രായേൽ കൊടുക്കണം. കറണ്ട് കിട്ടില്ല, ഇസ്രായേൽ കൊടുക്കണം. വേറെ അവരിലൊന്നുമില്ല, അവരെ വളഞ്ഞിരിക്കുകയാണ്. ഇപ്പോ ഹമാസിന്റെ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ ലോക നയതന്ത്ര വിദഗ്ധർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഗസയിലേക്ക് എങ്ങനെയാണ് ഹമാസ് എത്തിയത്? കാരണം ഇവരുടെ ആയിരക്കണക്കിന് ക്യാമറകൾ, ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചാര സംഘടന ഇസ്രായേലിന്റെയാണ്, മൊസാദ് എന്ന് പറയുന്നത്. അമേരിക്കയുടെ ചാര സംഘടനയാണ്. ഇവരെല്ലാവരും നോക്കിയിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഹമാസ് നടത്തിയത്? അപ്പൊ അതിൽ പല കള്ളക്കളികൾ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. ഞാൻ ഹമാസ് ചെയ്തതിനെ ന്യായീകരിക്കുന്ന ആളുമല്ല. പിന്നെ ഇവരൊക്കെ പറയുന്ന പോലെ ഈ ഹമാസ് ഒരു ഭീകര സംഘടന ഒന്നുമല്ല. ഹമാസ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി, അന്താരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടത്തി 75% ജനങ്ങളുടെ വോട്ട് നേടിയ പാർട്ടി. അമേരിക്കയ്ക്ക് പോലും അറിയാം, അവിടുത്തെ 75% ജനങ്ങളും ഇവരെയാണ് പിന്തുണയ്ക്കുന്നത്. ഞാൻ ഹമാസ് ചെയ്തതിനെ ന്യായീകരിക്കുന്ന ആളുമല്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആര് കുറ്റം ചെയ്താലും, സാധാരണ മനുഷ്യരെ ആക്രമിച്ചാൽ ഞാനത് തെറ്റാന്നേ പറയുള്ളൂ. കുട്ടികൾ മരിച്ചാൽ, യൂത കുട്ടി മരിച്ചാലും, ഹിന്ദു കുട്ടി മരിച്ചാലും, ക്രിസ്ത്യാനി കുട്ടി മരിച്ചാലും, ഇസ്ലാം കുട്ടി മരിച്ചാലും, ഒരു വിശ്വാസമില്ലാത്ത കുട്ടി മരിച്ചാലും നമ്മൾ അതിനെതിരാണ്. പക്ഷേ അത് മാത്രമാണ് ഈ കുഴപ്പത്തിന് കാരണമെന്ന രൂപത്തിൽ ഇപ്പോൾ കൊണ്ടുവരികയാണ്. അവിടെയാണ് പ്രശ്നം. അതിനു മുമ്പ് ചെയ്ത കാര്യങ്ങൾ നിരന്തരം നമ്മൾ അറിയാതെ, ഇപ്പോൾ കഴിഞ്ഞ 19, ഞാനൊരു 50 വർഷമായിട്ട് നിരന്തരം പത്രം വായിക്കുന്ന ഒരാളാണ്. പത്രത്തിൽ ഏതാണ്ട് 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ വരും ഇസ്രായേലിന്റെ ആക്രമണം പാലസ്തീനിൽ 8 പേർ മരിച്ചു, 12 പേർ മരിച്ചു, അവിടെ മരിച്ചു, ഇവിടെ മരിച്ചു. ഇവർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ കേരള സംസ്ഥാനത്തിൽ നിന്ന് കടയന്നൂർ താലൂക്കിലേക്ക് ഈ ആളുകളെ ഒതുക്കിക്കൊണ്ടുവന്നു. അങ്ങനെയാണ് ചെയ്തത്. മറ്റുള്ള സ്ഥലത്തൊക്കെ വേറെ ആൾ താമസായി. ഈ അധിനിവേശം ഇത് തന്നെയാണ് ഇതിന്റെ രാഷ്ട്രീയം. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒരു കാര്യം പ്രധാനമായി പറയേണ്ടതുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞു. ഈ ഫലസ്തീനകത്ത് ഇസ്രായേൽ ഉണ്ടാക്കുമ്പോൾ അതിനെ എതിർത്ത ഇന്ത്യ, മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ, അതിനുശേഷം പിന്നെ എല്ലാ കാലത്തും, അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെങ്കിലും, ശാസ്ത്രി ആണെങ്കിലും, ഇന്ദിരാഗാന്ധി ആണെങ്കിലും, രാജീവ് ഗാന്ധി ആണെങ്കിലും, എന്തിനാ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നപ്പോൾ പോലും അദ്ദേഹമുള്ള ഒരു വ്യത്യസ്തമായ ഒരു പാർട്ടി അല്ലാത്ത ആൾ, നരസിംഹറാവു, ഇവരെല്ലാവരും ഉറച്ചൊരു നിലപാടെടുത്തിരുന്നു. എന്താ? ഫലസ്തീനിലെ ജനതയ്ക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. അവർക്കെതിരെ ഐക്യരാഷ്ട്ര നിയമങ്ങൾ നിരന്തരം ലംഘിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന അധിനിവേശക്കാരെ നിലയ്ക്ക് നിർത്താൻ ബാധ്യതയുണ്ട്. യാസർ അറാഫത്തിനെ പോലെയുള്ള നേതാക്കൾ ഇന്ത്യയിൽ വന്നാൽ കിട്ടിയിരുന്ന സ്വീകരണത്തെ കുറിച്ച് നമുക്കറിയാം. പിന്നെ അതിനകത്ത് സംഘർഷങ്ങളുണ്ട്. യാസർ അറാഫത്ത് ദുർബലനായി, അദ്ദേഹം മരിച്ചു. അതോടുകൂടി അവിടെ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ട്, ആഭ്യന്തര സംഘർഷം. ആ സംഘർഷം വളരെ നന്നായി മറ്റവർ ഉപയോഗപ്പെടുത്തി. ഇപ്പൊ തന്നെ അൽ ഫത്ത എന്ന് പറയുന്ന വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് അൽ ഫത്ത എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. പിന്നെ ഇവരൊക്കെ പറയുന്ന പോലെ ഈ ഹമാസ് ഒരു ഭീകര സംഘടന ഒന്നുമല്ല. ഹമാസ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി, അന്താരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടത്തി 75% ജനങ്ങളുടെ വോട്ട് നേടിയ പാർട്ടി. അമേരിക്കയ്ക്ക് പോലും അറിയാം, അവിടുത്തെ 75% ജനങ്ങളും ഇവരെയാണ് പിന്തുണയ്ക്കുന്നത്. അപ്പൊ അവരെ അവിടെ ഭരിക്കാൻ വിട്ടാൽ പോരെ? ഒരു പ്രദേശത്ത് ഒരു ജനങ്ങൾ അവരുടെ ഗവൺമെന്റ് തിരഞ്ഞെടുത്താൽ അവരെ അവിടെ ഭരിക്കാൻ, സമാധാനപരമായി ജീവിക്കാൻ വിട്ടുകൂടെ? അതുകൊണ്ടാണ് 2 രാഷ്ട്രം എന്ന് പറയുന്നത്. ഇസ്രായേൽ അവിടെ ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇസ്രായേൽ ഉണ്ട്. പക്ഷേ ഫലസ്തീനും അവിടെ ഉണ്ട്. കൂടാരം ഒട്ടകത്തിന്റെ
ലോകത്തിന്റെ അല്ല അറബിയുടെയും കൂടിയാണ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ടല്ലോ. ഇതിപ്പോ കോടാരം അറബിക്കില്ല, നീ ഒട്ടകത്തിനേ ഉള്ളൂ. അത് പറയാൻ പറ്റില്ല. അതാണ് ഇവരുടെ വാദം. അത് പറ്റില്ല. അതിന് പകരമായി രണ്ട് രാഷ്ട്രങ്ങൾ, രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങൾ, ഇന്ത്യയും പാകിസ്ഥാനും പോലെ, ഇന്ത്യയും ബംഗ്ലാദേശും പോലെ രണ്ട് രാജ്യം. ആ രണ്ട് രാജ്യത്തിന് രണ്ട് ഭരണം, രണ്ട് അവരുടെ ജനാധിപത്യം അവർ നടട്ടെ. അതിനകത്ത് തമ്മിൽ തല്ലാതിരിക്കുകയൊക്കെ ആയിക്കോട്ടെ. രണ്ട് രാഷ്ട്രങ്ങളും പരമാധികാര രാഷ്ട്രങ്ങളാണ്. അവർക്ക് അവിടുത്തെ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനും അവരുടെ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. അതിനിടെ കൊണ്ട് ഇവരാളെ താമസിപ്പിക്കുന്ന പണി വേണ്ട. ഇതാണ് വളരെ കൊല്ലങ്ങളായി പറഞ്ഞു വരുന്നത്. അതാണ് നിരന്തരം ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞ ഇത്രയും കാലം എടുക്കാതിരുന്ന ഒരു നിലപാടാണ് ഈ ഒക്ടോബർ 8 എടുത്തത്. അവിടെയാണ് നമുക്കതിനോടുള്ള പ്രശ്നം. ഒക്ടോബർ 8 ഹമാസിന്റെ അവിടുത്തെ യുദ്ധം വന്നപ്പോൾ ഇവിടെ വളരെ പെട്ടെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അറിഞ്ഞു അവിടെ അക്രമം നടന്നു. അതുകൊണ്ട് അദ്ദേഹം അതിനെ അപലപിച്ചു. മണിപ്പൂരിലും ഗുജറാത്തിലും 10,000-കണക്കിന് ആളുകൾ അപകടപ്പെട്ടിട്ടും അദ്ദേഹം അറിഞ്ഞില്ല. മണിപ്പൂരിൽ ഇറങ്ങുന്ന ഒരു 3-3.5 മാസം കഴിഞ്ഞിട്ടാണ്. മണിപ്പൂരിൽ 1000-കണക്കിന് ആളുകളെ കൊന്നതും പള്ളി തകർത്തതും ഒക്കെ പുള്ളി അറിഞ്ഞില്ല. പക്ഷേ ഇസ്രായേലിൽ ഇത് ഗസയിൽ വന്നപ്പോൾ വളരെ പെട്ടെന്ന് അദ്ദേഹം അറിയുകയും അദ്ദേഹം അതിനെ അപലപിക്കുകയും ചെയ്തു. ഗുജറാത്തിൽ അപലപനമില്ല, മണിപ്പൂരിൽ അപലപനമില്ല. അവിടെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഇന്ത്യ ഇന്നും മഹാത്മാഗാന്ധിയുടെ രാജ്യമാണ്. അദ്ദേഹമാണ് ഇന്നും രാഷ്ട്രപിതാവ്. വേറെ ആരെയും നമ്മൾ വെച്ചിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് ഇതുവരെ. ഇപ്പൊ നാളെയൊക്കെ റിപ്പബ്ലിക് ദിനത്തിന് വല്ല പ്രഖ്യാപനം ഉണ്ടാവുമെന്നറിയില്ല. ഗാന്ധിയല്ല വേറെ ആളെ രാഷ്ട്രപിതാവെന്ന് വരുമെന്ന് എനിക്കറിയില്ല. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ പ്രത്യേകമായി പറയുന്ന ഒരു കാര്യം, വിദേശ നയം സംബന്ധിച്ച് നമുക്കൊരു നയമുണ്ട്. ഭരണഘടനയിൽ ഒരു നയമുണ്ട്. അത് ഇഷ്ടം പോലെ മാറ്റാൻ പറ്റില്ല. ഓരോ രാജ്യത്തിന്റെയും പരമാധികാരം സംരക്ഷിക്കുക, അവിടുത്തെ ജനതയുടെ പരമാധികാരം സംരക്ഷിക്കുക ഭരണഘടനാപരമായി ഇന്ത്യൻ സർക്കാരിന്റെ ബാധ്യത കൂടിയാണ്. അവിടെ കയ്യേറ്റക്കാരുടെ കൂടെ അല്ല ഇന്ത്യ നിൽക്കുക. കാരണം എന്താ? ഒരു വലിയ അധിനിവേശത്തിൽ നിന്ന് 2 നൂറ്റാണ്ട് സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാണ് നമ്മുടേത്. അതാണ് പ്രശ്നം. 2 നൂറ്റാണ്ട് സമരം ചെയ്ത് നേടിയ രാജ്യം നേടിയ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയ ഭരണഘടന, ആ ഭരണഘടനയിൽ ലോകത്തൊരിടത്തും അധിനിവേശം പാടില്ല എന്ന് പറയാൻ നമ്മൾ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ആയാലും നെഹ്റു ആയാലും ഇന്ദിരാഗാന്ധി ആയാലും വാജ്പേയി വരെ അടക്കം ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ഫലസ്തീനൊപ്പം നിന്നത്. ഇപ്പോൾ അതിൽ വലിയ ഒരുപാട് മറ്റു തമാശകളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഹിറ്റ്ലറെ മാതൃകയായി കാണുന്നവരാണ് ഇന്നത്തെ ഭരണാധികാരികൾ എന്ന് ആലോചിക്കുക. ഗോൾവാൾക്കറുടെ പുസ്തകത്തിൽ ലോകത്തിന് മാതൃക ഹിറ്റ്ലറാണ്. ലോകത്തിന് മാതൃക ഹിറ്റ്ലറാണ്. ആര്? 60 ലക്ഷം ജൂതന്മാരെ ഗ്യാസ് ചേംബറിലിട്ട് കൊന്ന ഹിറ്റ്ലർ മാതൃകയായ ഗോൾവാൾക്കറാണ് ഇന്നത്തെ ഇന്ത്യൻ ഭരണരാഷ്ട്രീയം ഭരിക്കുന്ന ആളുകളുടെ ഗുരു. ഇതിലൊന്ന് വൈരുദ്ധ്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ഇപ്പൊ ഇസ്രായേലിന്റെ ബില്ലാണ്. ഇതിന്റെ ഒരു ഞാൻ പറഞ്ഞത്, അപ്പ കാണുന്നവനെ അപ്പുള്ള രാഷ്ട്രീയം, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ചരിത്രം ഇവർക്ക് ബാധകമേ അല്ല. നമുക്കിവിടെ വേണ്ടത് ചരിത്രം പഠിക്കുക എന്നുള്ളതാണ്. ചരിത്രം ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. സത്യം പഠിപ്പിക്കുക എന്നുള്ളത്. അത് വികാരപരമല്ല. ചരിത്രത്തിൽ വികാരമില്ല. ചരിത്രം വളരെ യുക്തിപൂർവമായി ചരിത്രം പഠിക്കാൻ പറ്റൂ. കാരണം 2000 കൊല്ലം മുമ്പ് നടന്നൊരു കാര്യം, അല്ലെങ്കിൽ 500 കൊല്ലം മുമ്പ് നടന്നൊരു കാര്യം നമ്മളിപ്പോൾ വികാരം കൊണ്ടിട്ട് വല്ല കാര്യമുണ്ട്? അന്ന് നടന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞാൽ മാറ്റാനൊന്നും പറ്റില്ല. അതെന്താണ് സംഭവിച്ചത്, ഓരോരുത്തരും എന്താണ് പറഞ്ഞത്, എന്താണ് ഉണ്ടായത്, അതാണ് ഞാൻ പറഞ്ഞ ആ അർത്ഥത്തിൽ നമുക്ക് പോകണം. 2ാം ലോക മഹായുദ്ധം കാലത്ത് നമുക്കൊക്കെ അറിയാം, ഹിറ്റ്ലർ എന്ന് പറയുന്ന ഏകാധിപതി ഫാസിസ്റ്റ് ലോകത്തില് അയാളുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കിയത് ജൂതന്മാരും കമ്മ്യൂണിസ്റ്റുകാരും ക്രിസ്ത്യാനികളും യൂണിയൻ നേതാക്കന്മാരും, അതൊക്കെ പഴയ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. ഫാസിസത്തിന്റെ ഏറ്റവും പഴയ രൂപത്തിൽ 60 ലക്ഷത്തോളം ജൂതന്മാരെ ജർമ്മനിയിൽ കൊന്നൊടുക്കുന്നു. ഹോളോകാസ്റ്റ് എന്ന് പറയുന്ന തരത്തിൽ ഇന്നും അതിന്റെ സ്മാരകങ്ങൾ അവിടെയുണ്ട്. ഓസ്ട്രിയയിലും ജർമ്മനിയിലൊക്കെ നമ്മൾ പോയാൽ അത് കാണാം. അത് നടത്തിയ സ്ഥലം, അതിന്റെ വിചാരണ. 60 ലക്ഷം ജൂതന്മാരെ കൊല്ലുന്നു. ജൂതന്മാരാകെ ഭയന്നു ലോകത്ത്. അങ്ങനെയാണ് 2ാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ
അവിടെയും വീണ്ടും കളിയാണ്. ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും എല്ലാം ചേർന്ന് രണ്ടാം ലോകമഹായുദ്ധം കഴിയുമ്പോൾ കുറച്ച് സ്ഥലം ഈ ഫലസ്തീൻ അടുക്ക് ജെറുസലേമിനടുത്തായി ജൂതന്മാരുടെ രാജ്യമായി കൊടുക്കണം എന്ന് തീരുമാനിക്കുകയാണ്. അവിടെയാണ് രണ്ട് രാഷ്ട്രം വരുന്നത്. ഫലസ്തീൻ എന്ന് പറയുന്ന വലിയ രാഷ്ട്രത്തിൽ ഒരുപക്ഷെ ഒരു ജില്ലയുടെയോ അല്ലെങ്കിൽ ഒരു താലൂക്കിന്റെയോ വലിപ്പമുള്ള ഒരു സ്ഥലം, അതിൽ തന്നെ ജെറുസലേം ദേവാലയവും അവിടെ ക്രിസ്ത്യൻ, മുസ്ലിം, ജൂത ദേവാലയങ്ങൾ മൂന്നുമുള്ള സ്ഥലമാണ്. അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം, ചിലരൊക്കെ അവിടെ പോയിട്ടുണ്ട്. 3 ദേവാലയം. ഈ ദേവാലയങ്ങൾ പൊതു സ്വത്താക്കി നിർത്തുകയും എല്ലാവർക്കും പോകാവുന്ന ഇടങ്ങളാക്കി നിർത്തുകയും ബാക്കി ഇതിനടുത്ത കുറച്ച് സ്ഥലത്ത് 1948 ഒരു രാജ്യം, ചെറിയൊരു രാജ്യം അവർക്ക് കൊടുക്കുകയും അവിടെ നിങ്ങൾ ജീവിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, ഫലസ്തീൻ രാജ്യം അവിടെയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടകത്തിന് അറബി സ്ഥലം കൊടുത്തു എന്ന് പറയുന്ന പഴയ കഥയുണ്ടല്ലോ. കൂടാരത്തിനകത്ത് കാല് വെക്കാൻ സ്ഥലം മതി എന്ന് ആ ഒട്ടകം പറഞ്ഞല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോ ഈ കൂടാരം ഉണ്ടാക്കിയവന് ഒരു കാല് വെക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ഒട്ടകം കൂടാരത്തിനകത്തും കൂടാരം ഉണ്ടാക്കിയവൻ പുറത്തുമായി. ഞാൻ ഈ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകളോട് കൃത്യമായ ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ ഈ 1948 മുമ്പുള്ള ഒരു ലോക മാപ്പ് എടുക്കുക. ആരുണ്ടാക്കിയതായിക്കോട്ടെ, അതിലെവിടെയെങ്കിലും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല. 1948 ഐക്യരാഷ്ട്ര സഭയടക്കം ഇരുന്നു കൊണ്ട് ഒരു രാജ്യമുണ്ടാക്കും. ഒരു രാജ്യത്തിനകത്ത് വേറൊരു രാജ്യം. അന്നത്തെ ഇസ്രായേലിന്റെ വലിപ്പം എത്രയുണ്ട് ഇസ്രായേൽ? അത് മാപ്പുണ്ട്, എന്ന് കിട്ടും. 1967 ഇസ്രായേൽ എത്രയുണ്ട്? 2013 ഇസ്രായേൽ എത്രയുണ്ട്? 2023 ഇസ്രായേൽ എത്രയുണ്ട്? ഫലസ്തീൻ എത്രയുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടകത്തിന്റെ കാല് അകത്തിരിക്കുകയും ഒട്ടകം പുറത്തു നിൽക്കുകയും കൂടാരമുണ്ടാക്കിയവനകത്തും തുടങ്ങിയത്. കൂടാരമുണ്ടാക്കിയവന്റെ കാല് പോലും അവിടെ വെച്ചാൽ വെട്ടും. ഒട്ടകം കൂടാരത്തിനകത്ത് കയറിയ മാതിരിയാണ് ഇപ്പോഴുള്ള സ്ഥിതി. ഇപ്പൊ ഇസ്രായേൽ കഴിഞ്ഞാൽ ഇസ്രായേൽ വലിയൊരു രാജ്യവും 2 ചെറിയ കഷ്ണം ഗസ എന്ന് പറയുന്ന നടുക്കുള്ള ഒരു പ്രദേശവും കടൽ തീരത്തിനടുത്തുള്ള വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്രദേശവും ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഇസ്രായേൽ. ഇവരെന്താ ചെയ്തത്? ഇവർ പല പണിയും ചെയ്തു. ഒന്ന് യുദ്ധം നടത്തും, കുറെ അങ്ങ് ആക്രമിച്ച് കയറും. കുറെ ആക്രമിച്ച് കയറി കഴിയുമ്പോൾ ആള് ലോകരാജ്യങ്ങളൊക്കെ അയോധ്യ ആക്രമിക്കണോ, നിർത്തി, ഇനി ഞങ്ങൾ പോയില്ല, ഇനി ഞങ്ങൾ ഇവിടെ വരെയുള്ളൂ. അങ്ങനെ ഓരോ തവണയും ഇവിടെ വരെയുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്ത് ഇവരെന്ത് ചെയ്യും? അവിടെ കൊണ്ടുവന്ന് പുറത്തു നിന്ന് ജൂതന്മാരെ ലോകത്തിന്റെ പല ഭാഗത്ത്, കൊച്ചിയിൽ നിന്ന് പോയിട്ടുണ്ട്, മാളയിൽ നിന്ന് പോയിട്ടുണ്ട്, എനിക്കറിയാവുന്ന ആളുകളുണ്ട് അവിടെ. ഇവരെയൊക്കെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കും. അയ്യോ ഇവിടെ തിരക്കായി, കുറച്ചുകൂടി സ്ഥലം വേണം. ആ സ്ഥലം അങ്ങനെ കയറി ആയുധം വെച്ച് ഉപയോഗിച്ച് കയറി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കേരളമാണ് പഴയ പാലസ്തീനെങ്കിൽ അതിൽ ഒരുപക്ഷെ ഒരു താലൂക്കാണ്, നമ്മുടെ കണയന്നൂർ താലൂക്കായിരുന്നു ഇസ്രായേലെങ്കിൽ ഇപ്പോൾ കണയന്നൂർ താലൂക്കിന്റെ ഒരു കഷ്ണം ഇവിടെ, അവിടെ കാസർഗോഡ് ഒരു ചെറിയ താലൂക്കിന്റെ കഷ്ണം, ബാക്കിയൊക്കെ ഇസ്രായേലായി. ഞാൻ പറയുന്നത് ഈ മാപ്പ് ഒന്ന് എടുത്ത് നോക്കിയാൽ ഒരു രാജ്യം എങ്ങനെയാണ് അവിടെ ഒരു സ്ഥലത്ത് അവർക്കൊരു ക്യാമ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ ഇടം കൊടുത്താൽ ഇങ്ങനെയാണ് വ്യാപിക്കുക. ഇത് തെറ്റാണെന്ന് പറഞ്ഞ് പലരുമുണ്ട്. അറബ് രാജ്യങ്ങൾ അന്നേ പറഞ്ഞു ഇത് അപകടമാണ്. കാരണം ഈ മുറിവ് ക്യാൻസർ പോലെയുള്ള മുറിവാണ്. ഇതിവിടെ വന്നാൽ ഇത് മുഴുവൻ വ്യാപിക്കും. ശരീരത്തിൽ ക്യാൻസർ കിടന്നാൽ അങ്ങനെയല്ല. ഒരു സ്ഥലത്ത് ചെറിയൊരു സ്ഥലത്ത് വന്നാൽ പിന്നെ അതങ്ങോട്ട് കയറി നമ്മളോട് പറയില്ലേ 4ാമത്തെ സ്റ്റേജായി, 5ാമത്തെ സ്റ്റേജായി, ഫൈനൽ സ്റ്റേജായി എന്ന് പറയുന്നത്. ഇതിപ്പോ ഫൈനൽ സ്റ്റേജായ ഒരു ക്യാൻസറായി ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ശരീരത്തിൽ വളർന്നു വന്നിരിക്കുന്നു. അതിനെ എതിർത്ത് മുസ്ലിം രാജ്യങ്ങൾ മാത്രമല്ല. ഇന്നിപ്പോ നമുക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, നമ്മുടെ ആളുകളൊക്കെ ചരിത്രം മറന്നുപോയി. അതിനെ ഏറ്റവും ശക്തമായി എതിർത്ത ഒരാൾ മഹാത്മാഗാന്ധിയായിരുന്നു. നമുക്കറിയാലോ, ലോകത്ത് ഒരക്രമത്തിനെയും അംഗീകരിക്കാത്ത അദ്ദേഹം പറഞ്ഞു, ഒരു ജനതയ്ക്കകത്ത് മറ്റൊരു രാഷ്ട്രം മതത്തിന്റെ പേര് സ്ഥാപിക്കുന്നത് തെറ്റാണ്. അതും എവിടെന്നൊക്കെയോ ആളെ കൊണ്ടുവന്നിട്ട്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എന്ന് പറഞ്ഞാൽ പഞ്ചാബിൽ നിന്നും കാശ്മീരിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ആള് പോയി തെളിയും. ഇതങ്ങനെയല്ല. ഇന്ത്യയിൽ നിന്നും
നിന്നും അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ജൂതന്മാരെ കൊണ്ടുവന്ന് അവിടെ പാർപ്പിക്കുക. ആ നാട്ടുകാരൊന്നുമല്ല. അവിടെയുള്ള ജൂതന്മാരിൽ ബഹുഭൂരിപക്ഷവും ആ നാട്ടുകാരെയല്ല, എവിടെന്നോ ആളെ കൊണ്ടുവന്നു. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ തൃക്കാക്കര വേറെ എവിടെന്നെങ്കിലും കുറെ ആളെ കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ട് ഇവിടെയുള്ളവരോടൊക്കെ പൊക്കോളം പറഞ്ഞാൽ നമ്മളെന്താ വേറെ കുറെ ആളുകൾ വന്നു, നിങ്ങളൊക്കെ ഇവിടുന്ന് പൊക്കോ, ഞങ്ങളുടെയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് പോലെ അതിന് ആയുധ ശക്തിയുണ്ട്. മഹാത്മാഗാന്ധി അന്ന് തന്നെ പറഞ്ഞു ഇത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളരെ കാലം ഫലസ്തീന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇന്ത്യ ഗവൺമെന്റ് എന്തും നിന്നത്. കാരണം നമ്മൾ ചേരി ചേരാ നയത്തിന്റെ ഭാഗമായിട്ടായാലും ആഗോള സമാധാനത്തിന്റെ ഭാഗമായിട്ടായാലും ഇസ്രായേലിന്റെ അധിനിവേശം തെറ്റാണ് എന്ന് എല്ലാ കാലവും ഇന്ത്യ പറഞ്ഞിരുന്നു. ഫലസ്തീനിലെ ജനത സമാധാനപരമായി ജീവിക്കുന്ന ആ ജനതയ്ക്ക് അവിടെ ജീവിക്കാൻ, അവിടെ കുട്ടികൾ, സ്ത്രീകൾ, സാധാരണ മനുഷ്യർ, ഞാൻ അവിടെ പോയിട്ടുള്ള സാധാരണ വലിയ സർവകലാശാലകളൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ പോലും വലിയ വിദ്വാൻമാരുള്ള സർവകലാശാലകൾ അടക്കം അവിടെയുണ്ട്. അവിടെ വലിയ പ്രൊഫസർമാരുണ്ട്. നേരത്തെ കവിയുടെ ദർവേഷിന്റെ കാര്യം പറഞ്ഞു. ഒരുപാട് കവികളുണ്ട് ഫലസ്തീനിൽ, ഒരുപാട് കവികൾ, ഒരുപാട് നല്ല മനുഷ്യർ, പാവപ്പെട്ട വലിയ അറിവുള്ള മനുഷ്യരൊക്കെ ഉണ്ട് അവിടെ. അവിടെ ആശുപത്രി ഒക്കെ ഉണ്ട്. ഇവർ ഈ കുറഞ്ഞ വലിയ പിന്തുണയൊന്നും ഇല്ലാതിരുന്നിട്ടും അവരവിടെ അതൊക്കെ കെട്ടിപ്പടുത്തതാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന എന്താ, അവിടെയുള്ള ആശുപത്രി ബോംബ് വയ്ക്കുന്നു, അവിടെയുള്ള സ്കൂൾ ബോംബ് വയ്ക്കുന്നു, കുടിവെള്ള പൈപ്പ് ലൈൻ ബോംബ് വയ്ക്കുന്നു, ടാങ്ക് ബോംബ് വയ്ക്കുന്നു. അങ്ങനെ ഇനി മിസൈലും ബോംബ് ഉപയോഗിച്ച് തകർക്കാത്ത ഒരു സാധനവും ഇല്ല. എന്നിട്ടും അവർ പിടിച്ചു നിൽക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിൽ കിടക്കുകയാണ്. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനം 48 എത്ര സ്ഥലമാണ് ഇസ്രായേലിന് കൊടുത്തത്? ഇപ്പോൾ എത്ര സ്ഥലമാണ് ഇസ്രായേലിന്റെ ഉള്ളത്? 48 ഫലസ്തീന്റെ എത്ര സ്ഥലമായിരുന്നു? അതിന്റെ ദുരന്തം പിന്നെ നമ്മൾ കണ്ടു. ഒരുപക്ഷെ ഹിറ്റ്ലറുടെ ഏറ്റവും ക്രൂരമായ ആക്രമണത്തിന് വിധേയനായ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു, ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഈ അണുബോംബ് കണ്ടുപിടിക്കുന്നതിന് അടിസ്ഥാനപരമായ കാരണമുള്ള, ലോകം ഒരുപക്ഷെ ഏറ്റവും ബുദ്ധിമാനായ 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്നാണ്. അദ്ദേഹമാണ് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ പറഞ്ഞത്, ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിക്കില്ല എന്ന്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഹിറ്റ്ലർ അവിടെ നിന്ന് വല്ലാതെ ഉപദ്രവിക്കുകയും അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വരികയും സ്വിറ്റ്സർലൻഡിൽ പോയി പഠിക്കുകയും അമേരിക്കയിൽ പോയി സെറ്റിൽ ചെയ്യുകയും ചെയ്ത ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇസ്രായേലിലേക്ക് പോയില്ല. അദ്ദേഹം ജൂതനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയില്ല, എനിക്ക് അങ്ങനെ ജൂതരാഷ്ട്രം വേണ്ട. ഇനി അങ്ങനെ രാഷ്ട്രമുണ്ടാക്കിയാൽ അത് കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് എനിക്ക് ഞാൻ ജീവിക്കുന്ന രാഷ്ട്രം മതി എന്ന് തീരുമാനിക്കുകയാണ്. അദ്ദേഹം അമേരിക്കയിൽ കിടന്നാണ് മരിക്കുന്നത്. അമേരിക്കയിൽ നിന്നിട്ട് മരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഒരുപാട് പേർ ഈ ഫലസ്തീനകത്ത് ഇസ്രായേൽ ഉണ്ടാക്കുന്നതിനെതിരായി. ഇനി ഇസ്രായേൽ ഓരോ ഘട്ടത്തിലും അവർ ചെയ്ത പ്രവൃത്തിയെ 54 തവണ UN ഇസ്രായേലിനെതിരെ നടപടി. UN ജനറൽ അസംബ്ലി പറഞ്ഞു ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റാണ്. ഐക്യരാഷ്ട്ര സഭ പക്ഷെ ഒന്നും നടപ്പാവില്ല. UN ഒരു ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു സ്വഭാവം, അതിലെ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതിന്റെ നമ്മുടെ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഈ സെക്യൂരിറ്റി കൗൺസിലിൽ 5 രാജ്യങ്ങൾക്ക് വീറ്റോ അധികാരം. 15 രാജ്യങ്ങളുള്ള കൗൺസിലിൽ 5 രാജ്യങ്ങൾക്ക് പ്രത്യേക പദവിയാണ്. അമേരിക്ക, റഷ്യ, അന്ന് USSR, റഷ്യ, ചൈന, ഇംഗ്ലണ്ട്, ഫ്രാൻസ്. ഈ 5 രാജ്യങ്ങളിൽ ആരെങ്കിലും ഒരാൾ എതിർത്താൽ ആ പ്രമേയം വർക്ക് ചെയ്യില്ല. ബാക്കി 14 പേര് മറുവശത്തായിരുന്നു. അനേക പ്രാവശ്യം ഈ 54 പ്രമേയങ്ങളിൽ അനേക പ്രാവശ്യം അമേരിക്ക മാത്രം അതിനെ എതിർത്ത് നടപ്പാക്കാതിരിക്കും. എന്ന് പറഞ്ഞാൽ UN പ്രമേയം നടപ്പാവില്ല. പ്രമേയം പാസ്സാക്കി വെക്കും. നമ്മുടെ നാട്ടിലും പല പ്രമേയങ്ങളും ഇങ്ങനെ പാസ്സാക്കി വെച്ചിട്ടില്ലേ? പ്രമേയം പാസ്സാക്കി വെക്കും, ഇസ്രായേൽ അവിടെ തുടരും. ഇതിന് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ വലിയ വേറെ, ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കൻ രാഷ്ട്രീയമുണ്ട്, ആയുധത്തിന്റെ രാഷ്ട്രീയമുണ്ട്, അതിന്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധം വിൽക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇസ്രായേൽ. അമേരിക്കയ്ക്ക് നേരിട്ട് വിൽക്കാൻ കഴിയാത്ത രാജ്യത്തിന് പോലും ഇസ്രായേൽ വഴി അവരായുധം വിൽക്കും. ഇസ്രായേൽ ഒരു പൊതു രാജ്യം എന്ന നിലയ്ക്ക് വിൽക്കും, അമേരിക്കയ്ക്ക് വിൽക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആ ഇടപാടുകൾ നടത്തുന്ന അതിന്റെ കച്ചവടക്കാരനായ ഒരാളാണ്. രണ്ടാമത്തെ കാര്യം, അറബ് പ്രദേശത്തെ എണ്ണയാണ്.
അറബ് പ്രദേശത്തെ എണ്ണയ്ക്ക് മേൽ അമേരിക്കയ്ക്ക് അവരുടെ മിലിറ്ററിക്ക് നിയന്ത്രണം വേണമെങ്കിൽ ഇസ്രായേൽ പോലെ ഒരു രാജ്യം അവിടെ ഉണ്ടായിരിക്കണം. നിരന്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ചുറ്റുപാടുള്ള എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് ഫലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറയുന്നത് മതപരമോ ഒന്നുമല്ല, അത് ഏറ്റവും പ്രധാനം മനുഷ്യാവകാശപരമാണ്. ആരായാലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വലിയൊരു ജനത ഇത്തരത്തിലുള്ള അധിനിവേശത്തിന്, ആക്രമണത്തിന്, മനുഷ്യത്വരഹിതമായ ജീവിതത്തിന് ഇരകളാക്കപ്പെടുമ്പോൾ അതിനെതിരെ നിൽക്കുക എന്നത് ഏത് മനുഷ്യന്റെയും മാനവികതയാണ്. നമ്മൾ ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും ഒരു രാജ്യം യുദ്ധത്തിൽ ജയിക്കുകയോ തോൽക്കുകയോ അല്ല. ഇത് ഫുട്ബോൾ കളിയോ ക്രിക്കറ്റ് കളിയോ ഒന്നുമല്ല ജയിക്കാനും തോൽക്കാനും. കാരണം ഫുട്ബോളിലും ക്രിക്കറ്റിലും ഒരു രാജ്യം ജയിച്ചാൽ രണ്ട് ടീമുകളും വീട്ടിലേക്ക് പോകും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ടീമിൽ ആളെ ഉണ്ടാവില്ല, അവരെ കൊല്ലുകയാണ്. അതുകൊണ്ട് ഇത് കളിയായിട്ട് എടുക്കരുത്. ഇത് കളിയല്ല. യുദ്ധം ഒരു കളിയല്ല. യുദ്ധം ലോകത്തിന് വളരെ ദോഷമാണ് എന്ന് എല്ലാ കാലത്തും യുദ്ധത്തിനെതിരായി നിലപാടെടുത്തിട്ടുള്ള ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ പലസ്തീനോട് ഐക്യദാർഢ്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പ്രശ്നം മാത്രമല്ല, അത് ജനാധിപത്യത്തോട്, സമാധാനത്തോട്, യുദ്ധവിരുദ്ധ ലോകം മുഴുവൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, അമേരിക്കയിൽ വലിയ പ്രകടനങ്ങൾ ഇസ്രായേലിനെതിരെ നടക്കുന്നുണ്ട്. എന്തിനാ? ഇസ്രായേലിനകത്ത് പോലും ഇസ്രായേൽ ചെയ്യുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ബുദ്ധിജീവികളുണ്ട്. ജൂതൻ ബുദ്ധിജീവികൾ ഒരുപാട് പേർ, നോം ചോംസ്കിയെ പോലെയുള്ള ഒരുപാട് പേർ വളരെ മുമ്പേ തന്നെ ഞാൻ പലരുടെയും നമുക്കറിയാം, അവരുടെ പുസ്തകങ്ങളൊക്കെ വരുന്നുണ്ട്, അവരുടെ എഴുത്തുകൾ വരുന്നുണ്ട്. ഇസ്രായേൽ ചെയ്യുന്നത് ശരിയല്ല. അവിടുത്തെ ചെറിയ ചില രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ 4 സീറ്റ് കിട്ടാൻ, അതിനു വേണ്ടി ഒരു ജനതയെ കുരുതി കൊടുക്കുന്ന ഒരു നയത്തിനെതിരായ സമാധാനത്തിന് വേണ്ടിയുള്ള, മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള ഐക്യദാർഢ്യമാണത്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണിത്. നിർത്തൂ നിങ്ങളുടെ യുദ്ധം, നിർത്തൂ നിങ്ങളുടെ ആക്രമണം, ഞങ്ങൾ അവിടെ മനുഷ്യരെ ജീവിക്കാൻ അനുവദിക്കൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ തൃക്കാക്കര കൾച്ചറൽ ഫോറം ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ അറിയുന്ന ആളുകളാണ് ഇവിടെയുള്ള മുഴുവൻ നാട്ടുകാരാണ്, നമ്മൾ സ്ഥിരം കാണുന്നവരാണ്. പക്ഷേ ഇക്കാര്യം നമുക്ക് പറയാം, ഇവിടുത്തെ ജനങ്ങളോട് സംസാരിക്കാം. ഇതാണ് സത്യമെന്ന് പറയാം. നമ്മൾ മനസ്സിലാക്കാൻ, ഇതിൽ വൈകാരികതയൊന്നും കലർത്തേണ്ട കാര്യമില്ല. ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ ജാതി മതത്തിൻ്റെയോ ഒന്നും കടത്തി. കാരണം ഞാൻ പറഞ്ഞില്ലേ, അക്രമം നടന്നാൽ പിന്നെ അത് ജാതി മതമൊന്നുമില്ല. മരിച്ചതൊക്കെ മരിച്ചു തന്നെ. ആര് മരിച്ചാലും ആർക്ക് അക്രമം ആയാലും ഇതൊന്നും തന്നെയാണ്. ഏത് കുട്ടികളും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ സമാധാനത്തിന് വേണ്ടിയുള്ള ഈ പ്രാർത്ഥനയിലും ഈ സംഗമത്തിലും പങ്കെടുത്ത് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്നെ ഇതിനെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. എൻ്റെ നന്ദി. ജയ് ഹിന്ദ്.